അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3 കൊണ്ട് ഹരിച്ചിട്ട് ഒരു നമ്പർ കിട്ടുന്ന ഒരു കാര്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അതിൽ നമ്മൾ പറയുന്നില്ല, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് കാര്യങ്ങൾ. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ അവിടെ ഉപയോഗിച്ചത് 3ന്റെ ഹരണാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ 3 കൊണ്ട് ഹരിക്കുന്ന നമ്പറുകൾ നോക്കിയിട്ട് ഞാൻ എന്നിട്ട് 5465 5468 ഒക്കെ വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 76 84, പിന്നെ അതുപോലെ നോക്കുമ്പോൾ ഒരുപാട് നമ്പർ 14 11, അതിനുശേഷം 41 10 ബ്ലോക്കുകൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ എനിക്ക് പ്രൈസ് അടിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കാണിച്ചത്, ഇങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ. പക്ഷെ അത് എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല ആൾക്കാർക്ക്. വിശദമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ എഴുതി കാണിച്ചേണ്ടി വരും. ഒരുപാട് നമ്പറുകൾ എഴുതേണ്ടി വരും, കുറെ നമ്പറുകൾ എഴുതേണ്ടി വരും. അപ്പൊ അതിന് സമയമില്ല നമുക്ക്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മളത് കളക്ട് ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ 97 93 എന്ന് പറഞ്ഞൊരു നമ്പർ കോമ്പോസിറ്റ് നമ്പറാണ്. നമ്മൾ പ്രൈം നമ്പറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട്. ഈ ലാസ്റ്റ് 1 3 7 വരുന്ന നമ്പറുകളൊക്കെ പ്രൈം നമ്പറുകളായിരിക്കും മിക്കപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്ക നമ്പറുകളും. പക്ഷെ അതിൽ പെടാത്ത ഒരുപാട് നമ്പറുകളുണ്ട്. ഇപ്പൊ 97 93 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3 വന്നതെങ്കിലും അതൊരു പ്രൈം നമ്പർ അല്ല. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഒരുപാട് അടിച്ചു പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കോമ്പോസിറ്റ് നമ്പറുകളുടെ പിന്നില് ഈ പ്രൈം നമ്പർ ഘടകങ്ങളായിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് 97 93 എന്നുള്ള നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് ബാക്കിലുള്ളത് 13 99 ആണ്. അതായത് അതൊരു പ്രൈം നമ്പറാണ്. അപ്പൊ പ്രൈം നമ്പറുകൾ ഘടകങ്ങളായിട്ട് വരുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച് വേണമെങ്കിൽ എഴുതി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ എഴുതി വെച്ച ഒരുപാട് ഇത് പിടിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള നമ്പറുകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഒരു പ്രൈം നമ്പറിന്റെ ഗുണിതങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൈം നമ്പർ കൊണ്ട് ഗുണിച്ചെടുക്കുന്ന വേറൊരു നമ്പർ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ നമ്പർ പ്രൈം നമ്പർ 2 തൊട്ട് തുടങ്ങുമല്ലോ, 2 തൊട്ട് 97 വരെ, 1 മുതൽ 100 വരെ ഉള്ളതിൽ 2 3 5 7 11 13 17 19 23 29 30 37 41 43 47 53 59 61 67 71 73 79 83 89 97, ഇത്രയും 25 നമ്പറുള്ളൂ. ഇതൊക്കെ പ്രൈം നമ്പറാണ്. അപ്പൊ ഈ പ്രൈം നമ്പറുകൾ കൊണ്ട് തന്നെ നമ്മൾ പ്രൈം നമ്പറുകൾ ഗുണിച്ചെടുക്കുക. അപ്പൊ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണെങ്കിലും ഞാൻ 2 എടുത്തിട്ടില്ല. കാരണം ഞാൻ അവിടെ 3ന്റെ എടുക്കാൻ കാരണം എന്താ, 3ന്റെ എടുത്തിട്ടുള്ളത് എന്താ കാരണം എന്ന് വെച്ചാൽ 3 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ്. എന്റെ ജന്മതീയതി 30ആണ്. അതായത് 30-ാം തീയതി ആകുമ്പോൾ എന്റെ 3 തന്നെയല്ലേ. പിന്നെ എന്റെ 2 മക്കളെയും ജനന തീയതി 21-ാം തീയതിയാണ്. 2 1 3. അപ്പൊ 3 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നമ്പറാണെങ്കിലും അതുകൊണ്ട് പിന്നെ 3ന്റെ ആയിട്ടുള്ള ഗുണിതങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് 3 6 9 ലോജിക് നമ്പറായിട്ട് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടി ഞാൻ 3 സെലക്ട് ചെയ്തിട്ട് 3ന്റെ അവിടെ നിന്ന് എടുത്തിട്ടാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഒരു പ്രൈം നമ്പറാണ്. 3 കൊണ്ട് മറ്റുള്ള പ്രൈം നമ്പറുകളായിട്ട് ഗുണിക്കുക. 3 × 2 2 ഒരു പ്രൈം നമ്പർ ആണല്ലോ. അതായത് ഇരട്ടസംഖ്യയിലെ ഏറ്റവും ഇതൊരു ഉത്തരം കിട്ടാത്തൊരു സംഭവമാണ്. അതായത് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഇരട്ട നമ്പറാണ്. ഇരട്ട നമ്പറുകൾ പ്രൈം നമ്പറിൽ പെടില്ല. പക്ഷെ ഇതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ 2 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് വെച്ചാൽ അതെ, എന്നൊരു പ്രൈം നമ്പർ ആണോ അതെ. അപ്പൊ അതെന്തോ ഒരു ഡിസ്റ്റൻസ് അതിന് ഇതുവരെ ഉത്തരമില്ല. അപ്പൊ 2 ചെറിയ പ്രൈം നമ്പറാണ്. അവിടുന്ന് നമ്മളിപ്പോ 3 × 2 അടിക്കുമ്പോൾ 6 കിട്ടുന്നു. അപ്പൊ ഈ 6ന്റെ പ്രത്യേകത എന്താ, 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. പക്ഷെ 6ന്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ഘടകങ്ങളായിട്ട് വരുന്നത് 2 3 ഒക്കെയാണ്. ഈ 2 3 പ്രൈം നമ്പറാണ്. അപ്പോ 3 × 2 അടിച്ചാൽ 6 വരുന്നു. 6 ഒരു നല്ല നമ്പർ. 3 × 5 അടിച്ചാൽ എത്രയായിട്ടാ 15. 15 എന്ന് പറഞ്ഞൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അതിന്റെ തൊട്ട് പിന്നിലുള്ള പ്രൈം നമ്പറുകൾ ഘടകങ്ങളായിട്ട് വരുന്നത് 3 5 ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പൊ 3 × അവിടെ നിന്നുള്ള പ്രൈം നമ്പർ 3 × 2 3 × 5 3 × 7 അത് കഴിഞ്ഞ് 3 × 11 3 × 17 3 × 19 3 × 23 3 × 29, അങ്ങനെ 3 കൊണ്ട് എല്ലാ പ്രൈം നമ്പറുകളെയും ഗുണിച്ചെടുക്കുക. അങ്ങനെ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ആ കോമ്പോസിറ്റ് നമ്പറിന്റെ പിന്നിലുള്ള ഘടകങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രൈം നമ്പറുകളായിരിക്കും. അങ്ങനെ ഞാൻ എടുത്തു വെച്ച ഒരു ഐഡിയ ആണ്. അങ്ങനെ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ അന്നാൾ നോക്കിയത്. അങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ട്രൈ ചെയ്തപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനത്തെ നമ്പറുകളൊക്കെ ഒരുപാട് എഴുതി ഉണ്ടാക്കി കാണിച്ചത് എളുപ്പമല്ല. അപ്പൊ അത് എന്താണ് സംഭവം, എങ്ങനെയാണ് അത് കിട്ടേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഇപ്പോ അന്ന് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു കാണിച്ചുതരാം. 3 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന നമ്പറുകൾ വന്നിട്ടുണ്ടെങ്കിലാണ് എങ്ങനെയാണ് ലാസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. അത് കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക്, അതായത് പൈസ പോയിട്ടുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്കും കണക്കിൽ കുറെ താല്പര്യമുള്ള ആൾക്കാരും പിന്നെ ഈ ലോട്ടറി സംബന്ധമായിട്ട് കണക്കിനെ കുറിച്ച് അറിയുന്ന കുറിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്.
ഇതൊന്നും അറിയാത്ത ഒരുപാട് കിഴങ്ങന്മാരുണ്ട്, വെറുതെ വന്ന് കമന്റ് അടിക്കുന്ന കിഴങ്ങന്മാര്. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, അതല്ല അതിന്റെ അപ്പുറം ഞാൻ പറയും. പക്ഷെ അത് ഇതിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ അവർക്കുള്ള വീഡിയോസ് അല്ല, അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയോ. അവർക്കുള്ള വീഡിയോ അല്ല. വെറുതെ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കരുത്. ഞാൻ ചോറിൽ ഉപ്പിട്ട് തിന്ന ആളന്നെ, നമുക്കും പ്രഷറൊക്കെ ഉണ്ട്. നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയാൻ നിൽക്കേണ്ടി വരും. അത് നമ്മളത്ര കുറെയൊക്കെ നമ്മൾ മറുപടി പറഞ്ഞാലും പിന്നെ ഇടക്കിടക്ക് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ പലർക്കും തെറി വിളിക്കുന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിച്ച് തെറി വിളിച്ചോ. എന്റെ നമ്പർ 9526303515. വെറുതെ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ആണാന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചിരിക്കാറില്ല. നേരിട്ട് വിളിക്കുക. അപ്പൊ എനിക്കും തിരിച്ച് പറയാമല്ലോ. എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചത് തെറി വിളിക്കുക, എന്ത് തെറിവിളിയും വിളിച്ചോ, അതിന്റെ ചുട്ട മറുപടി അതിലും വലുത് നമുക്ക് പറയാൻ അറിയാണ്ടല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോൺ നമ്പർ തെറി വിളിക്കുന്നവർക്ക് 9526303515. തെറി വിളിക്കാത്തവര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അവര് ഈ വീഡിയോ എന്തായാലും കറക്റ്റായിട്ട് കാണാൻ, കണ്ട് മനസ്സിലാക്കുക. അതുപോലെ റൊട്ടേഷൻ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ റൊട്ടേഷൻ നമ്പർ തിരഞ്ഞ് നടക്കുന്നുണ്ട്. അത് എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 7ൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോ എടുത്തിട്ട് എഴുതി വെച്ചിട്ട് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തത്. അപ്പൊ ആ നമ്പറുകളൊക്കെ ഇവരെ വിചാരം ഇതൊക്കെ ഗസ്സിംഗ് നമ്പറാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളൊക്കെ എടുത്തിട്ട് ഒന്നും അടിക്കുന്നില്ല എന്നാണ്. അങ്ങനെയല്ല, ഈ നമ്പറുകൾ മുഴുവൻ ഗസ്സിംഗ് നമ്പർ അല്ല. ഈ നമ്പറിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എഴുതി വെച്ച നമ്പറാണ്. ഇതിൽ എങ്ങനെ വരുന്നു, അടുത്തത് എങ്ങനെ വരാം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട്, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എഴുതി സെറ്റപ്പ് ആക്കിയ ഒരു സംഭവം അതിൽ നോക്കിയിട്ട് അടുത്തത് കണ്ടുപിടിക്കണം. നമ്മളെ കടമയാണത്. അല്ലാതെ ആ കാണിച്ച് തന്നിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള നമ്പറുകൾ മുഴുവൻ ഗസ്സിംഗ് നമ്പറാണ്, ലോട്ടറി അടുത്ത ചാൻസ് നമ്പറാണെന്ന് വിചാരിച്ചിട്ട് പോയി ലോട്ടറി എടുത്താൽ 10 ദിവസം നമുക്ക് കിട്ടണമെന്നില്ല. അതിലൊരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു, എങ്ങനെ വന്നു, അതിന്റെ പിന്നിൽ എന്താണ്, അടുത്ത നമ്പർ ഏത് വരാം, എങ്ങനെ വരാം എന്നൊക്കെ നമ്മൾ നോക്കി സ്വയം കണ്ടെത്തണം. അതാണ് അതിന്റെ ശരി. അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ഒരു റൊട്ടേഷൻ നമ്പർ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് റൊട്ടേഷൻ നമ്പറും ഡയറക്റ്റ് ആയിട്ടും, അതായത് അത് ഏതിൻ്റെതായിട്ടുള്ള ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ കാണിച്ചുതരാം. ഏത് നമ്പർ വന്നാൽ നിങ്ങൾക്ക് ഏതെടുക്കണം, അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഏതൊക്കെ റൊട്ടേഷൻ എടുക്കണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ആദ്യം നമുക്ക് 3 കൊണ്ട് ഹരിച്ചിട്ട് ആ കിട്ടിയ നമ്പർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ 7ൻ്റെതായിട്ടുള്ള മറ്റേത് ഒരു എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് അന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു നമ്പർ കാണിച്ചിട്ടാണ് 5468 5465 ഒക്കെ വന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കിത് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെ സെലക്ട് ചെയ്യണ്ട, അത് അന്നത്തെ ദിവസം സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ എഴുതി വെച്ചു 5465. പക്ഷെ അത് അന്നത്തെ ദിവസം അടിച്ചു പോയിട്ടുണ്ടായിരുന്നു 5465. പിറ്റത്തെ ദിവസമാണ് 5468 ഈ പറഞ്ഞതുപോലെ 5000 അടിച്ചത്. അപ്പൊ നമ്മളിതിൽ ലാസ്റ്റ് നമ്പർ 5ഉം 8ഉം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അന്ന് നമ്മൾ കാണിച്ചു തന്നു, പക്ഷെ അവർക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ 3ന്റെ ഹരണം വെച്ചിട്ടാണ് നോക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടില്ലേ, 2ന്റെയും നോക്കാം, 2ന്റെ നോക്കാം, 3ന്റെ നോക്കാം, 5ന്റെ നോക്കാം, 7ന്റെ നോക്കാം. കാരണം 2, 3, 5, 7 ഒക്കെ പ്രൈം നമ്പറാണ്. ഞാൻ നോക്കിയത് 3 വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊണ്ട് നോക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന 2ഉം 5ഉം 7ഉം ഒക്കെ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ 3 വെച്ച് നോക്കിയത് പോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള നമ്പർ വെച്ച് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. എല്ലാത്തിലും പറഞ്ഞു തരുന്നില്ല, 3ന്റെ മാത്രം പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ അടിച്ച നമ്പർ എത്രയാണ്? അടിച്ച നമ്പർ ഇവിടെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ അടിച്ച നമ്പർ എന്ന് പറയുന്നത് 0546. 0546 ആണ് അടിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ഈ ഒരു 3 നമ്പർ. ഇതിപ്പോ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും ഇവിടെ എത്ര നമ്പറാണ്? ആദ്യത്തെ 3 നമ്പർ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 0546 ആണ് അടിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ 3 നമ്പർ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു 0നെ ഡിലീറ്റ് ചെയ്യുക. 0 എന്നല്ല, ഇവിടെ ഏത് നമ്പർ ആയാലും അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള 546നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഇവിടുത്തെ 3 നമ്പറും ഇതല്ലേ, ഈ ഒരു 3 നമ്പറും ഈ ഒരു അതായത് ഇവിടുത്തെ 3 നമ്പറും അതുപോലെ 546, ഇങ്ങനെ 2 നമ്പറും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ കണ്ടെത്താൻ പറ്റും. അതെങ്ങനെ? അങ്ങനെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 5460ന്റെ ബ്ലോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 5460ന്റെ ബ്ലോക്കിൽ ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ ഈ 5നെ കട്ട് ചെയ്യുക. എന്നിട്ട് 5 അവിടെ മനസ്സിൽ വെക്കണം കേട്ടോ. 5നെ നമ്മൾ ഇവിടെ എടുത്ത് വെക്കണം. 5നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് അവിടെ എടുത്ത് വയ്ക്കുക. അത് ലാസ്റ്റ് ഇടണം. ലാസ്റ്റ് നമ്പർ ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ആ 5 അവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. അതാണ് സംഭവം. ഇപ്പൊ നമ്മൾ 5 കട്ട് ചെയ്ത് 46 മാത്രമേ ഉള്ളൂ. ഈ 46, അതായത് 460 ലാസ്റ്റ് നമ്പർ ഏത് വന്നാലാണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ലാസ്റ്റ് നമ്പർ ഇപ്പോൾ 1 ഇട്ടു. അപ്പൊ ഇവിടെ ഹരിക്കാൻ പറ്റുന്നില്ല. ഇനി 0 ഇട്ടാലും ഇവിടെ ഹരിക്കാൻ പറ്റുന്നില്ല. 4 ഇട്ടു, ഹരിക്കാൻ പറ്റുന്നില്ല. 7 ഇട്ടാലും ഹരിക്കാൻ പറ്റുന്നില്ല. 3 ഇട്ടു, അതായത് 463, ഹരിക്കാൻ പറ്റുന്നില്ല. 466 ഹരിക്കാൻ പറ്റുന്നില്ല. 469 ഹരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ 2 ഇട്ടു.
രണ്ടിട്ടപ്പോൾ ഇവിടെ ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് 462 ഇവിടെ ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയ നമ്പർ കണ്ട 154, അതായത് 1540 ബ്ലോക്ക്. അപ്പൊ 5 ഇട്ടപ്പോഴും ഹരിക്കാൻ പറ്റുന്നുണ്ട്. 1550 ബ്ലോക്ക്. ഇവിടെ 8 ഇട്ടപ്പോഴും ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 ബ്ലോക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇതല്ലേ 1540 ബ്ലോക്കും 1550 ബ്ലോക്കും 1560 ബ്ലോക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏത് ബ്ലോക്കാണോ പ്രൈസിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് നമ്പർ എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ അന്ന് കാണിച്ചത്. ഇവിടെ 1560 ബ്ലോക്കും 1550 ബ്ലോക്കും അന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലേ 1560 ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്, 1550 ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം. 1550 ബ്ലോക്ക് വേണ്ട, ഇവിടെ 465 വന്നപ്പോൾ 1550 ബ്ലോക്ക് 1550 ബ്ലോക്ക് അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 465 ലാസ്റ്റ് നമ്പർ എടുക്കാം. അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 5 ഉണ്ടല്ലോ, ഇവിടെ 465 ഇടാം. 65 54 65. അതുപോലെ ഇവിടെ 8 ഇട്ടപ്പോ 156 വന്നു. 1560 ബ്ലോക്കും അന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, 468 468 5 മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ 54 68. ഈ 2 നമ്പറാണ് നമുക്ക് ചാൻസ്. മനസ്സിലായില്ലേ? ഈ 2 നമ്പറിൽ അന്നത്തെ ദിവസം 54 65 അടിച്ചിട്ടുണ്ട്. കണ്ടാ, പിറ്റത്തെ ദിവസം 54 68 അടിച്ചിട്ടുണ്ട്. പിറ്റത്തെ ദിവസം 54 68 അടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണിത് ഞാൻ അന്ന് 3 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന നമ്പറുകൾ എടുത്തത്. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇത് അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ നമ്പറുകൾ അന്നത്തെ ദിവസം അടിച്ചതുകൊണ്ടാണ് പിറ്റേ ദിവസം വന്നത്. അന്നത്തെ ദിവസം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം ബാക്കോട്ട് വേണമെങ്കിലും പോയി നോക്കാം നമുക്ക്. അതായത് തൊട്ട് ബാക്കിലുണ്ടോ നോക്കാം. തൊട്ട് ബാക്കിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണത്തിന്റെ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് അടിക്കുക. തൊട്ട് ബാക്കിലാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് തൊട്ട് മുന്നിൽ പ്രൈസ് അടിക്കില്ല, അതിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇതിൽ എത്ര ദിവസം ബാക്കിലോട്ട് പോയി നോക്കുന്നുണ്ടോ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 3 ദിവസം ബാക്കിലോട്ട് പോയി എന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമ്മൾ ഇവിടുന്നാണ് സെലക്ട് ചെയ്തത്. ഈ നമ്പർ 0564 ഇവിടുന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ 3ന്റേതായിട്ടുള്ള ഹരിക്കുന്ന ലാസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തപ്പോൾ 1560 1550 ഒക്കെ ഇതിൽ നിന്ന് അടിച്ചിട്ടില്ല. ഇവിടുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെയാണ് അടിച്ചെന്ന് വിചാരിക്കുക. ഈ ഒരു റിസൾട്ടിലാണ് അടിച്ചെങ്കിൽ എത്ര ദിവസം നമ്മൾ കഴിഞ്ഞത്? 1 2 3 അല്ലെ? 3 ദിവസം ബാക്കോട്ട് പോയിട്ട് നോക്കിയിട്ടുള്ളെങ്കിൽ ഇവിടുന്ന് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ദിവസത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ അടിക്കുക. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ദിവസമായില്ല, ചിലപ്പോൾ ഒരു 10 ദിവസം ബാക്കിലേക്ക് പോയിട്ട് ചിലപ്പോൾ 5000ലേക്ക് ആ നമ്പർ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയോടുന്ന ഒരു 10ാം ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസവും ചിലപ്പോൾ അത് അടിക്കാറ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്പറുകൾ. അത് ഇതിൽ മാത്രമല്ല, നമ്മൾ വേറെ നമ്പറുകൾ 2ലും 7ലും ഒക്കെ നമുക്ക് നോക്കാം. 2ലും 3ലും 5ലും 7ലൊക്കെ ഈ രീതിയിൽ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നാള് പറഞ്ഞല്ലോ, ഈ 7ന്റേതായിട്ടുള്ള നമ്പറുകൾ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്, ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഗസ്സിങ് നമ്പറുകളല്ല. അതായത് ഇതിൽ കാണുന്ന ടിക്കറ്റുകളൊന്നും എടുത്ത് കാശ് കളയരുത്. ഇതിൽ കാണുന്ന നമ്പറുകൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെ വരാം എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അപ്പൊ അതിന് നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ 3292 വരികയെന്ന് വിചാരിച്ചു. 3292 വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 2ാമത്തെ നമ്പർ നോക്കുക, 1 2 കണ്ട 33 30 ബ്ലോക്കാണ് പിന്നെ വരാൻ സാധ്യത. 33 32 33 34 എടുക്കാം നമുക്ക്. അപ്പൊ ഈ നമ്പറുകളിൽ ലാസ്റ്റ് നമ്പർ 1 2 3 4 വരെ 4ന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നമ്പറുകൾ വരുന്നുണ്ടോ നോക്കുക. ഇവിടെ നമ്മൾ വട്ടം വരച്ചിട്ടുള്ള 33 62 അല്ല 61 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പൊ ഈ ഒരു നമ്പറൊക്കെ അങ്ങനെ വന്നു പോയിണ്ടാവും. 37 11 വന്നതിന് ശേഷം 1ാമത്തെ നമ്പർ 37 31 വന്നു പോയിട്ടുണ്ട്. മനസ്സിലായ? അത് മനസ്സിലാക്കുക. അപ്പൊ ഇതിലുള്ള ഇപ്പൊ 35 72 73 ഒക്കെ വന്നു കഴിഞ്ഞാൽ 3 ആണെങ്കിൽ 35 73 വന്നാൽ 3ാമത്തെ നമ്പർ നോക്കുക, 1 2 3ാമത്തെ നമ്പർ 36 33 36 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ, ഞാൻ കാണിച്ചുതരാം. ഇതിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, വേണ്ട കറക്റ്റ് ആയിട്ട് 3080 ബ്ലോക്ക് നോക്കിയാൽ നിങ്ങൾ 3084 3085, അതായത് നമ്മൾ ഇവിടെ വട്ടം വരച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഈ നമ്പറുകളിൽ ലാസ്റ്റ് നമ്പർ എത്ര വന്നാലും ശരി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്ത് അടിക്കും. മനസ്സിലായി? അപ്പൊ ഒരു റിസൾട്ട് എടുത്തിട്ട് നമ്മൾ ഈ വട്ടം വരച്ചിട്ടുള്ള ബ്ലോക്കിൽ കാണുന്ന നമ്പറുകൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. അപ്പൊ ഒരു ദിവസം ചിലപ്പോ ഇപ്പൊ ഞാൻ അത് സമൃദ്ധിയിൽ നിന്ന് മാർക്ക് ചെയ്താണ്. സമൃദ്ധിയിൽ എനിക്ക് കിട്ടിയിട്ട് നമ്പർ ആണല്ലേ 30 1 2 3 4 5 5 കേട്ടാ 1 2 3 4 5 6 7 8 9 10 നമ്പർ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ അടിച്ചിട്ടുള്ള ഈ നമ്പറാണ് ഒന്നാമത് സ്ട്രൈറ്റ് ആയിട്ട് അടിക്കുക. അതായത് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ സമൃദ്ധി എന്നാണ് ഇങ്ങനത്തെ നമ്പർ സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബ്ലോക്കുകളിലൊക്കെ നമ്പറുകൾ അടിച്ചിട്ടുണ്ടോ നോക്കുക. അടിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 39 22 ഈ 39 22 39 20 ബ്ലോക്കിൽ 22 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ നമ്പർ ഉണ്ടല്ലേ 39 62 നമുക്കൊരു ചാൻസ് നമ്പറാണ്. 39 64 അല്ലെങ്കിൽ 62. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ നമ്പർ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട്. ഈ ഒരു നമ്പർ നിങ്ങൾ 32 92 ആയിട്ടും 39 22 ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് കയറി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 18 23
1823 അടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതല്ലേ സിമ്പിളാണ്. 1823 അടിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് 1 2 മൂന്നാമത്തെ നമ്പർ 1883 അല്ലെങ്കിൽ 86 ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അടിച്ച് ഈ ഒരു നമ്പർ ഞാൻ എടുത്തിട്ട് എനിക്ക് ഇതിൽ 1000 കിട്ടിയ നമ്പറാണ് 3928. കണ്ട, ഇത് ഞാൻ സമൃദ്ധിയിൽ നിന്ന് സെലക്ട് ചെയ്തു. പിന്നെ സമൃദ്ധി കഴിഞ്ഞിട്ടുള്ള ഭാഗ്യധാരയിലാണ് പിന്നീട് ആ നമ്പർ ഞാൻ എടുത്തത്. 3922 എനിക്ക് അടിച്ചിട്ട് നമ്പറാണ്. അതുപോലെ തന്നെ ആ ഒരു നമ്പർ 1823, ഈ ഒരു നമ്പർ 1823 ആയിട്ടും 1238 ആയിട്ടും ഇതാണല്ലേ, ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്ത് അടിക്കും. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 3922 എന്ന് പറഞ്ഞ നമ്പറും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട, അതെ അതിൻ്റെ ഉള്ളിൽ കണ്ട 3292 റൊട്ടേറ്റ് ചെയ്ത് അടിക്കാണ്. അതിങ്ങനെ ആ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ട 1820 ബ്ലോക്ക് ഇട്ടാ 1823 3297 ഈ ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ടാവും. കണ്ട 92 37 ആയിട്ട്. അതായത് ഈ കാണുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മനസ്സിലായല്ലോ? അതായത് ഇനിയും നോട്ട് ചെയ്യേണ്ട, ഇത് ഇനി ഇതിൽ നോട്ട് ചെയ്തൊരു കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. പിന്നെ ഏതാണ് ഏതെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇതിലാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിലൊരു നമ്പർ ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ 15-ാം തീയതിയാണല്ലോ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇതേടില്ല 1825 ഇതേ നമ്പർ തന്നെയാണ് 1820 ബ്ലോക്കിൽ 1825. ഈ ഒരു നമ്പർ റോട്ടേറ്റ് നമ്പർ ആയിട്ട് നിങ്ങൾ കണ്ടെടുക്കാം. കാരണം അങ്ങനെ വരുന്ന നമ്പർ റോട്ടേറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും 1892 വേണ്ട, ഇവിടെ അടിച്ചിട്ടുള്ള 1892 അടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചാൻസ് നമ്പർ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ 1932 1934 ഇങ്ങനെ നമ്മൾ കണ്ടെത്തണം. ഇതാണ് സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ 1892 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. 1982 ആയിട്ടോ അല്ലെങ്കിൽ 2891 ആയിട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് റൊട്ടേറ്റ് ആയിട്ട് കണക്കൂട്ടാം. മറ്റുള്ള നമ്പർ ഒന്നും സെലക്ട് ചെയ്യണ്ട. ഇതിൽ കാണുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൈസുകൾ വന്നിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതിൽ കാണുന്ന നമ്പറുകൾ എടുത്തോ. സിമ്പിളാണ്. ഓക്കെ. പിന്നെ ഇതിൽ കുറെ മാർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ. ഞാനിപ്പോൾ വേറെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ നമ്പർ എടുക്കും ചെയ്യട്ടെ. 1892 അത് എന്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാരുണ്യാണ്. കാരുണ്യ കഴിഞ്ഞിട്ടുള്ളത് ഏതാ? കാരുണ്യ കഴിഞ്ഞിട്ടുള്ളത് സമൃദ്ധിയാണ്. നിങ്ങൾ സമൃദ്ധിയൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കിയോ. ഇനിയിപ്പോൾ സമൃദ്ധി കഴിഞ്ഞിട്ടോ നോക്കട്ടെ. ഈ സമൃദ്ധിയിൽ നോക്കാം. 1890 ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയോട്ടെ. ആ ഒരു നമ്പർ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. അതെ 1892 ഫസ്റ്റ് പ്രൈസിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. 1892 നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം സമൃദ്ധിയിൽ. ആ ഒരു 1892 എന്ന് പറഞ്ഞ നമ്പറുകളൊക്കെ ഉൾക്കൊണ്ടൊരു ഫസ്റ്റ് പ്രൈസിലാണ് വന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ അങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് കാണുന്ന നമ്പറുകൾ എടുക്കുക. ഓക്കെ. അതൊന്നും വെറുതെ പറയുന്നതല്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ മുകളിലേക്കും കിട്ടാം, ചിലർക്ക് താഴോട്ടും കിട്ടും. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ റൊട്ടേറ്റ് നമ്പറുകൾ നിങ്ങൾ കണക്കൂട്ടുന്നുണ്ടെങ്കിൽ, റൊട്ടേറ്റ് നമ്പർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഈ ഒരു നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു നമ്പറുകൾ ഇതിൽ കാണുന്ന ഡയറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുള്ള നമ്പറുകൾ ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ആയിട്ട് കണക്കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് മേടിക്കാൻ പറ്റും. പോരാത്തതിന് ഇതിൽ ഏത് നമ്പറാണോ അടിച്ചിട്ടുള്ളത്, ഇപ്പോൾ 1681 ആണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യുക. 1682 ആണെങ്കിൽ ഈ നമ്പർ സെലക്ട് ചെയ്യുക. 1683 അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ സെലക്ട് ചെയ്യുക. 1684 അടിച്ച ഈ നമ്പർ സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഗസ്സിംഗ് നമ്പർ കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഈ കാണുന്ന നമ്പറുകൾ മുഴുവൻ ഗസ്സിംഗ് നമ്പർ അല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ വേറൊരു ഐഡിയ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 3570 ബ്ലോക്ക് അടിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 35 അല്ലെങ്കിൽ വേണ്ട 3570 ഒരു ബ്ലോക്ക് അടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നേരെ കാണുന്ന ഈ കാണുന്ന നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ കാണുന്ന ഏതോ ഒരു കോളത്തിലാണ് അടിക്കാൻ സാധ്യത. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 357 ഒരു 20 കൂട്ടിയാൽ മതി. അടാ 3570 ബ്ലോക്കിലുള്ള കോളത്തിൽ പ്രൈസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏത് കോളത്തിൽ പ്രൈസ് വരും എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ 357 കൂടെ 357 കൂട്ടണം 21 അടിച്ചു കഴിഞ്ഞാൽ കണ്ട 378 ഒരു കോളം ഉണ്ടാവും. നോക്കി നോക്കാം. അതാണ് ഇത് കഴിഞ്ഞാൽ 378 കോളം കണ്ട ഈ കോളത്തിലാണ് പ്രൈസ് വരിക. പിന്നെ മനസ്സിലായില്ല, 378 ഈ ഒരു കോളത്തിൽ 3780 ബ്ലോക്ക് അടിക്കാം. അതിനുശേഷം 3781 അടിക്കുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ നമ്പർ 3782 അടിക്കുക. രണ്ടാമത്തെ നമ്പർ അതൊക്കെ ചില നേരത്തെ 21 ദിവസം കഴിഞ്ഞിട്ടാണ് പഠിക്കുക. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പഠിക്കുക. അപ്പോൾ ഓരോ കോളങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിലുള്ള കോളത്തിലുള്ള പ്രൈസ് വന്നാൽ നെക്സ്റ്റ് കോളത്തിൽ ചിലപ്പോൾ ഇതിലാവില്ല അടിക്കുക. ഇവിടുന്ന് 21 കൂട്ടിയാൽ കിട്ടുന്നത് ഇതിലാണ് അടിക്കുക. നമുക്ക് 378 ഒരു 21 വേണമെങ്കിൽ കൂട്ടി വെക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തണം. അല്ലാതെ 378 കൂട്ടണം 21 കണ്ട 399 കോളത്തിലാണ് പിന്നെ തടി വരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 399 കോളം ഇവിടെയാണ്. അപ്പൊ ഇതിൽ കാണുന്ന നമ്പർ 40 11 40 32 40 53 47 78 അല്ലെങ്കിൽ 74 അതുപോലെ 39 90 03 39 ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കണം. ഇതൊക്കെയാണ് ഈ നമ്പറിന്റെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് കണ്ടെത്തണം. അതിന്റെ കണ്ടെത്തുന്ന രീതി നമ്മൾ തന്നെ ഓരോന്നൊക്കെ ആയിട്ട് അരിച്ചു പെറുക്കി നമ്മൾ
അതിൻ്റെതായ രീതിയിൽ കണ്ടെത്തിയിട്ട് ലോട്ടറി എടുക്കുക. അല്ലാതെ ഈ കാണുന്നത് മുഴുവൻ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന നമ്പറുകൾ മുഴുവൻ ടിക്കറ്റ് എടുത്ത് എനിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടെത്തേണ്ട രീതികളുണ്ട്, ഒരുപാട് രീതികൾ. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ കണ്ടെത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കാര്യം വിട്ടാക്കുക. ഇഷ്ടപ്പെട്ട ഏത് രീതിയാണ് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് ലോട്ടറി എടുക്കുക, എടുക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.